ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 59ാമത്തെ പേജിലെ 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യന് 2 സബ് ഡിവിഷൻ ആണുള്ളത്. ഒന്നാമത്തെ സബ് ഡിവിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: The two circles below intersect at P, Q and lines through these points meet the circles at A, B, C, D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. നോക്ക്, രണ്ട് വൃത്തം തന്നിട്ടുണ്ട്. ഈ വൃത്തം കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പിയും ക്യൂവും. ഈ പിയിലും ക്യൂയിലൂടെ കടന്നു പോകുന്ന 2 വര വരയ്ക്കുന്നു. ആ സമയത്ത് ആ വര ഈ വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് എ, ബി, സി, ഡി. അതായത് പിയും ക്യൂവുമാണ് വൃത്തങ്ങൾ വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടുന്ന ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. പിയിൽ കൂടിയും ക്യൂവിൽ കൂടിയും 2 വര വരയ്ക്കുന്നു. ഒന്ന് ഇങ്ങനെ വരച്ചു, ഒന്ന് ബി ഡി ഇങ്ങനെയും വരച്ചു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഈ എയും ബിയും ഡിയും സിയും എല്ലാം നമ്മുടെ സർക്കിളില് വൃത്തത്തിലുള്ള പോയിന്റുകളാണ്. The lines AC and BD, AC എന്ന് പറയുന്ന ഈ ലൈനും BD എന്ന് പറയുന്ന ഈ ലൈനും എന്താണ്? പാരലൽ അല്ല. ഇത്രയും കാര്യം പാരലൽ അല്ല എന്ന് പറഞ്ഞാൽ സമാന്തരമല്ല. ഇത്രയും കാര്യമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എങ്കിൽ അവർ പറയുന്നത് ACയും BDയും ഈക്വൽ ആണ് എന്ന്, തുല്യമാണ് എന്ന് എടുത്താൽ നിങ്ങൾക്ക് എ, ബി, ഡി, സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഓക്കെ, നോക്കിയേ, എ, ബി, നോക്ക്, പി. ആദ്യം നമ്മൾ ചെയ്യുന്നത് പിയും ക്യൂവുമാണല്ലോ സർക്കിൾ തമ്മിൽ വരയ്ക്കുമ്പോൾ സർക്കിൾ വൃത്തം തമ്മിൽ യോജിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പിയും ക്യൂ. അതാദ്യം ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്ക്, ആംഗിൾ എ, കോൺ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി എടുത്തു. ഓക്കെ, ആംഗിൾ എ എക്സ് ഡിഗ്രി എടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്ക്, എ ബി ക്യു പി, എ ബി ക്യു പി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ അഥവാ എ ബി ക്യു പി എന്ന് പറയുന്ന ചതുർഭുജം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. കാരണം എന്താ? എയും ബിയും ക്യൂവും പിയും ഈ വൃത്തത്തിൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയും ഇതാ ഇവിടെയുള്ള പി ക്യൂ ബിയും കൂടി, എയും പി ക്യൂ ബിയും എന്താണ്? സപ്ലിമെന്ററി ആണ്. അഥവാ ഈ 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ്? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ക്യു പി എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കോൺ എത്രയായിരിക്കും? ആംഗിൾ ബി ക്യു പി എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ. ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ഡിഗ്രി. നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. കാരണം എന്താ? എ ബി ക്യു പി എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, ഇനി ഇത് എക്സ് ഡിഗ്രി ആണ് എങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. ഓക്കെ, ഇനി നോക്ക്, ഈ ലൈനിനെ പി ക്യു എന്ന് പറയുന്ന ഈ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 കോണുണ്ടാവും. രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർസ്. അവയുടെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. നോക്കുക, ഇത് 180 ഡിഗ്രി മൈനസ് എക്സ് ആണ് എങ്കിൽ ഇത് എത്രയായിരിക്കണം? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരണമെങ്കിൽ ഇത് എക്സ് ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ കോൺ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത ഇതാണ്.
എ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു. എ ബി ക്യു പി എന്ന് പറയുന്ന ഒരു ചക്രീയ ചതുർഭുജം, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, എതിർ കോണുകൾ അനുപൂരകങ്ങളാണ്, സപ്ലിമെന്ററി ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ലീനിയർ പെയർ, അഥവാ രേഖീയ ജോഡി വന്നു. അപ്പൊ ഇത് 180 ഡിഗ്രി മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും, കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ക്യു പി സി ഡി ചതുർഭുജം ക്യു പി സി ഡി, ക്യു പി സി ഡി എടുക്കുക. ക്യൂവും ഡിയും സിയും പിയും എല്ലാം എവിടെയാണ്? ഈ ചെറിയ വൃത്തത്തിലുള്ള ബിന്ദുക്കളാണ്, പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഈ ക്യു പി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അഥവാ ചക്രീയ ചതുർഭുജമാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അഥവാ ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് പറയാം ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ്. ഓപ്പോസിറ്റ് എതിർ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോൺ എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. ഓക്കെ, ഇതെന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. അപ്പൊ നോക്ക്, ഇതും കിട്ടി, ഇതും കിട്ടി. അപ്പൊ നമുക്ക് ഈ കോണുകളെല്ലാം ലഭിച്ചു. ഇനി നോക്ക്, സിയിൽ നിന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്പം നീട്ടി വരയ്ക്കുക. അവിടെ 6 എന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിച്ചേ, ഇതിങ്ങനെ നീട്ടി വരയ്ക്കുമ്പോ ഇവിടെ 180 മൈനസ് എക്സ് ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ചെറിയ കോൺ എത്രയായിരിക്കും? കണ്ടാൽ തന്നെ അറിയാം, ഇതിങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്. അതിലാണ് സി ഡി എന്ന് പറയുന്ന ലൈൻ കൂട്ടിമുട്ടിയേക്കുന്നത്. ഇങ്ങനെ വരുന്ന ലൈനെ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ആർ സി ഡി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്ക്, എ ബി എന്ന് പറയുന്ന ഈ ലൈൻ, സി ഡി എന്ന് പറയുന്ന ഈ ലൈൻ. ഓക്കെ, അതിനൊരു ട്രാൻസ്വേഴ്സ് വരയ്ക്കുന്നു. ഇതാ വരച്ചു. ഓക്കെ, എ ബി എന്ന് പറയുന്ന ലൈനിനെ സി ഡി എന്ന് പറയുന്ന ലൈനിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ വരച്ചു. ഓക്കെ, അങ്ങനെയാകുമ്പോ ദാ ഇവിടെ ഉണ്ടാവുന്ന കോൺ എക്സ് ആണ്, ദാ ഇവിടെ ഉണ്ടായ കോണും എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നു. ഈക്വൽ ആയിട്ട് വന്നത് കൊണ്ട് നമുക്ക് പറയാം ഈ എ ബിയും സി ഡിയും എന്തായിരിക്കും? പാരലൽ ലൈൻസ്, അഥവാ സമാന്തര വരകളാണെന്ന്. നമുക്ക് എ ബി എന്ന് പറയുന്ന ഈ ലൈനിനും സി ഡി എന്ന് പറയുന്ന ഈ ലൈനും നമ്മൾ താഴോട്ട് വരച്ചു. അതിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ, ഈ ലൈൻ വരച്ചു. നമുക്കിപ്പോ കിട്ടി, ഇവിടെ എക്സ് ആണ്, ഇവിടെയും എക്സ് ആ, ആർ സി ഡിയും എക്സ് ആണെന്ന് കിട്ടി. അങ്ങനെ നോക്ക്, ഈ രണ്ട് കോണുകളുടെയും പ്രത്യേകത എന്താ? സമാന കോണുകളാ, ഒരേ രീതിയിൽ വന്ന കോണുകളാ, സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വന്നു. സമാന കോണുകൾ ഈക്വൽ ആണെന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് ലൈൻസ് എ ബിയും സി ഡിയും പാരലൽ ആണ്, സമാന്തരമാണെന്ന് മനസ്സിലായി. അപ്പൊ നോക്ക്, എ ബിയും സി ഡിയും പാരലൽ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, ഈ എ ബിയും സി ഡിയും പാരലൽ ആണ്. ഓക്കെ, ഇനി നോക്ക്, ബി എന്ന് പറയുന്നത് നമ്മൾ വൈ ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഇതേ മെത്തേഡ് തന്നെ ബി വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ബി ക്യു പി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. എയും ബിയും ക്യൂവും പിയും എല്ലാം സർക്കിളിൽ തന്നെയല്ലേ, വൃത്തത്തിൽ തന്നെ അല്ലേ. അപ്പൊ അതൊരു ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെ ഇത് വൈ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് വൈ.
ഓക്കെ. ഇനി 180, ഇത് 180 മൈനസ് y ആണ് എങ്കിൽ ഇത് എത്രയായിരിക്കും? y ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് പി ക്യു ഡി സി. പി ക്യു ഡി സി എന്ന് പറയുന്ന അതും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ ഇത് y ആണെങ്കിൽ നമ്മൾ നേരത്തെ എക്സിന്റെ ചെയ്തത് കൂട്ട് തന്നെ ഇത് 150 മൈനസ് y. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മള് ഇതിലെ എല്ലാ ആംഗിൾസും എല്ലാ കോണുകളും കണ്ടുപിടിച്ചു. അഡീഷണൽ ആയിട്ട് എ ബി പാരലൽ ആണ് സി ഡിക്ക്. എ ബിയും സി ഡിയും സമാന്തര വരകളാണെന്നും കണ്ടുപിടിച്ചു. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അറിവ് വെച്ച് നമ്മൾ ഇത്രയും ചെയ്തു. ഇനി അവർ പറയുന്നത് എ സിയും ബി ഡിയും ഈക്വൽ ആണ് എങ്കിൽ എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്ന് കണ്ടുപിടിക്കണ്ടേ. ഏതൊക്കെ ഈക്വൽ ആണെങ്കിൽ ഇഫ് സി ഈക്വൽസ് ബി ഡി, എ സി ബി ഡിയും ഈക്വൽ ആണ് എങ്കിൽ എ ബി ഡി സി എന്ന് പറഞ്ഞ ഈ വലിയ ക്വാഡ്രിലാറ്ററൽ, വലിയ ചതുർഭുജം ചക്രീയ ചതുർഭുജതോ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമ്മളോട് പറഞ്ഞു എ സി ഈക്വൽസ് ബി ഡി. എ സിയും ബി ഡിയും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ബി. ഓക്കെ, ഈ രണ്ട് ലൈൻ ഈക്വൽ ആണ് എങ്കിൽ അവിടെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. ആംഗിൾ എ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു, ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ ഡിഗ്രി ആയിട്ട് എടുത്തു. അപ്പൊ എക്സ് ഈക്വൽസ് വൈ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എ ബി ഡി സി എന്ന് പറയുന്നതാണ് നമുക്ക് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എതിർകോണുകൾ എടുത്തു. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽസ് ആംഗിൾ എ എത്രയാ? എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എത്രയാ? കോൺ ഡി എത്രയാ? 180 മൈനസ് വൈ ഡിഗ്രി. എക്സ് ഈക്വൽസ് വൈ എന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പൊ വൈക്ക് വരെ നമ്മൾ എക്സ് കൊടുത്തു. അപ്പൊ നോക്കിയേ, എ ബി ഡി സിയിൽ എയും ഡിയും കൂടെ കൂട്ടുമ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, സപ്ലിമെന്ററി ആണ്. അപ്പൊ നമുക്ക് പറയാം എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്ന്. നോക്ക്, നമ്മൾ ഇവിടെ ചെയ്തത് എ ബി സി ഡി പാരലാണ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു എ സിയും ബി ഡിയും ഈക്വൽ ആണ് എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ. ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് പറയാം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലായ ഈ സൈഡിന്റെ ഈ ആംഗിളും തുല്യമായിരിക്കും. അപ്പൊ ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ബി, എക്സ് ഡിഗ്രി ഈക്വൽസ് വൈ ഡിഗ്രി. ഇനി ഇത് ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എ ബി ഡി സി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ് കൊണ്ടുവരണം. ഓപ്പോസിറ്റ് ആംഗിൾ എതിർകോണുകൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി, കോൺ എ പ്ലസ് കോൺ ഡി. അത് ചെയ്തു വന്നപ്പോൾ നമുക്ക് 180 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അഥവാ ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ, അടുത്തത് 6th ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഇതാണ്. ഇൻ ദ പിക്ചർ ദ സർക്കിൾസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്റർസെക്ട് ദ മിഡിൽ സർക്കിൾ അറ്റ് പി ക്യു ആർ എസ്. The lines joining them meet the left and right circles at A, B, C, D. Prove that ABDC is a cyclic quadrilateral. അതായത് 3 സർക്കിൾ വരച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ഫിഗർ കാണാം. ഇവിടെ 3 സർക്കിൾസ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി നോക്ക്, ഇതിന്റെ മീറ്റിംഗ് പോയിന്റ്സ് ആണ് പി ക്യു ആർ എസ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്ന്. നമുക്ക് ഇപ്പോൾ ഇവിടെ 3 സർക്കിൾ തന്നിട്ടുണ്ട്. 3 സർക്കിളും ആദ്യത്തെ 2 സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് പിയും ക്യൂവും. അവസാനത്തെ 2 സർക്കിള് ആറിലും എസിലും മീറ്റ് ചെയ്യുന്നു. ഇനി എ ബി ഡി സി
എല്ലാം വൃത്തത്തിലെ പോയിന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് ABDC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, നോക്കിയേ, ഇവിടെ x ഡിഗ്രി ആണെങ്കിൽ ABQP, ആദ്യം നമ്മൾ ഏതാ എടുക്കുന്നത്? ABQP എന്ന് പറയുന്ന ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ എടുത്തു. എയും ബിയും ക്യൂവും പിയും എല്ലാം വൃത്തത്തിലെ പോയിന്റ് ആണ്, സർക്കിളിലെ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും ഈ കോണും കൂടെ കൂട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇത് x ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഓക്കെ, ഇനി നോക്കിയേ, ഈ ലൈനെ PQ എന്ന് പറയുന്ന ഈ ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളാണ്. ഒന്ന് ഇത്, ഒന്ന് ഈ കോൺ, ഒന്ന് ഈ കോണ്, ഒന്നിത്. ഇത് 180 മൈനസ് എക്സ് ഡിഗ്രി, 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. കാരണം ഇവിടെ ലീനിയർ പെയർസ് അഥവാ രേഖീയ ജോഡികളാണ് ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് PQSR. PQSR എന്ന് പറയുന്ന ആ ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എടുക്കുക. ഓക്കെ, അതെടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. കാരണം എന്താ? പിയും ക്യൂവും എസും ആറും എവിടെയാണ്? സർക്കിളിലാണ്, വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും എതിർ കോണുകൾ എന്താണ്? ഈക്വൽ ആണ്. എതിർ കോണുകൾ എന്താണ്? അനുപൂരകങ്ങൾ അഥവാ സപ്ലിമെന്ററി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എക്സ് ആണ് എങ്കിൽ ഇത് എത്രയായിരിക്കും? കാരണം അവ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പൊ ഇത് 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. ഓക്കെ, ഇനി അതേ കൂട്ടന്നെ നേരത്തെ പറഞ്ഞ ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി ഈ ഒരു ലൈനിനെ RS എന്ന് പറയുന്ന ലൈൻ വന്ന് കൂട്ടിമുട്ടുമ്പോൾ രണ്ട് കോണുകൾ ഉണ്ടാകുന്നു. ഒന്നതാ 180 മൈനസ് എക്സ് ഡിഗ്രി, മറ്റേതാ ഈ കോണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. കാരണം അത് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡിയാണ്. ഇവിടെ ഈ കോൺ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സ് ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ കോൺ കിട്ടി എക്സ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് RSDC എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. ആ ക്വാഡ്രിലാറ്ററിലെ ആറും എസും ഡിയും സിയും എല്ലാം സർക്കിളിലാണ്, വൃത്തത്തിലാണ്. അതുകൊണ്ട് RSDC എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിലും അവിടുത്തെ ഓപ്പോസിറ്റ് കോണുകൾ എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും അഥവാ അനുപൂരകങ്ങളായിരിക്കും. അവയുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഓക്കെ, 180 ഡിഗ്രി മൈനസ് എക്സ് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞ എന്താണ്? ABDC എന്ന് പറയുന്നതാണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്ന് തെളിയിക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർകോണുകൾ എടുക്കണം. ഏതൊക്കെയാ? എയും ഡിയും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി അത് 180 ഡിഗ്രി അഥവാ സപ്ലിമെന്ററി ആണെന്ന് കൊണ്ടുവന്നാൽ നമുക്ക് പറയാം ABDC ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ABDC എന്ന് പറയുന്ന ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം. നമുക്ക് എ എത്രയാ? എക്സ് ഡിഗ്രി. ഇവിടെയോ ഡി എന്ന് പറയുന്നത് എത്രയാ? 180 മൈനസ് എക്സ്. ഓക്കെ, ഈ എക്സ് അങ്ങ് പോയി കഴിഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എതിർകോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്. അതുകൊണ്ട് ABDC എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അഥവാ ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ.